നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. AIYF പുത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മികവ് 2026 CPI ദേശീയ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ആശുപത്രികളായ ജൂബിലിയിലും അമലയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവരെ സഭ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ. MLA കെ രാജൻ പുത്തൂർ നമ്പ്യാർ റോഡിലെ സെന്റ് ജോൺസ് കോൺവെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് 20 ബെഞ്ചുകൾ വിതരണം ചെയ്തു. വാണിയമ്പാറ വാർഡിൽ പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറയുടെ നേതൃത്വത്തിൽ മികവ് 2026 സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. AIYF പുത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മികവ് 2026 CPI ദേശീയ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ നമ്പ്യാർ റോഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി മുഖ്യാതിഥിയായിരുന്നു. KS സുജിത് അധ്യക്ഷത വഹിച്ചു. കനിഷ്കൻ വല്ലൂർ, PS അഖിൽ, TS മുരളീധരൻ, സിനി പ്രദീപ് കുമാർ, K അർജുൻ, വിജിൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ SSLC, +2, യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. താക്കീതുമായി തൃശൂർ അതിരൂപത വിശ്വാസി സമൂഹം. നഴ്സുമാരെ മുന്നിൽ നിർത്തി സഭയെ തകർക്കുവാൻ ശ്രമിക്കുന്ന വിധ്വംസ ശക്തികളെ കത്തോലിക്ക സഭ തിരിച്ചറിയുന്നു. ആരോഗ്യമേഖലയിലെ കച്ചവടക്കാർക്ക് കവചമൊരുക്കുവാൻ രാജ്യത്തെ തന്നെ മികച്ച മെഡിക്കൽ കോളേജ് ആശുപത്രികളായ ജൂബിലിയിലും അമലയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവരെ സഭ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ. അതിരൂപത സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഔപചാരിക ആതുര ശുശ്രൂഷ രംഗത്ത് ഭരണകൂടങ്ങൾ കടന്നുവന്നിട്ട് 1 നൂറ്റാണ്ട് മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവിന്റെ ഹൃദയത്തുടിപ്പേറ്റുവാങ്ങിയ ക്രൈസ്തവർക്ക് നല്ല സമരക്കാരായുള്ള പ്രവർത്തന പാരമ്പര്യമാണുള്ളത്. തൃശൂർ അതിരൂപതയുടെ അഭിമാന സ്തംഭങ്ങളായ ജൂബിലിയെയും അമലയെയും അസ്ഥിരപ്പെടുത്തുവാൻ കേരള കത്തോലിക്ക സഭ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമരം ചെയ്യുന്ന നഴ്സുമാരോട് ആരംഭം മുതൽ തന്നെ കാരുണ്യത്തോടെ മാത്രമേ ജൂബിലി അമല ആശുപത്രി അധികൃതർ പെരുമാറിയിട്ടുള്ളൂ എന്നും ആശുപത്രിക്ക് ചുറ്റും നടക്കുന്ന നാടകത്തിന്റെ തിരക്കഥ മറ്റെവിടെയോ രചിക്കപ്പെടുന്നു എന്നും സംശയിക്കുന്നു. പ്രതിരോധ സംഗമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. സകല ശക്തിയും ഉപയോഗിച്ച് തൃശൂർ അതിരൂപത തിന്മയുടെ ശക്തികളെ ചെറുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നിർബാധം തുടരും. അതിരൂപതയുടെ അധ്യക്ഷനോടും അതിരൂപതയോടും അവഹേളനപരമായി പെരുമാറുന്നവർ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അന്ധകാര ശക്തികളെ തിരിച്ചറിയണമെന്നും അവരിൽ നിന്ന് അകലം പാലിക്കണമെന്നും മാർ ടോണി നീലങ്കാവിൽ ആഹ്വാനം ചെയ്തു. അതിരൂപതയുടെ ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികളായ 10,000-ഓളം വിശ്വാസികൾ തൃശൂർ ടൗൺ ഹാളിൽ അണിനിരന്നത് ഒരു ജനതയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിന്റെ പ്രതിഫലനമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജി കൊച്ചുപറമ്പിൽ അഭിപ്രായപ്പെട്ടു. ജൂബിലി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ, അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, PA ലാസർ മാസ്റ്റർ, CRI സെക്രട്ടറി സിസ്റ്റർ ജോളി ചിറ്റിലപ്പള്ളി, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു. ജെയ്സൺ കൂനംപ്ലാക്കൽ, ജോസ് കോനിക്കര, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ ജോസ് നന്ദിക്കര, ഷിൻഡോ മാത്യു, ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, പ്രൊഫസർ KM ഫ്രാൻസിസ് ആന്റണി, AA ജോർജ് ചിറമേൽ, പ്രൊഫസർ ജോർജ് അലക്സ്, ജോജു മഞ്ഞില, ഉജ്ജ്വല ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. നിങ്ങളുടെ കൂടെ ആരാണത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ഈ ടൗൺ ഹാൾ പരിസരങ്ങളിലേക്കും അവരൊക്കെ കടന്നു വരാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും വന്ന് കാണട്ടെ. തൃശൂർ അതിരൂപത ഒറ്റക്കെട്ടായിട്ട് ഈ അതിരൂപതയ്ക്കെതിരെ, അതിരൂപത അധ്യക്ഷനെതിരെ ആരെങ്കിലും സ്വരമുയർത്തിയാൽ പ്രതികരിക്കും. ഈ അതിരൂപതയുടെ പ്രതിരോധത്തിന്റെ ചരിത്രത്തിൽ അധിക പങ്കും വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തെ ഈ സഭയുടെ
ഏറ്റവും ഹൃദയത്തിലുള്ള ഈ വിദ്യാഭ്യാസ പ്രേക്ഷിതത്തെ തകർക്കുന്നതിന് വേണ്ടി നടന്ന പരിശ്രമങ്ങൾക്കെതിരെയുള്ള വലിയ സമരങ്ങളായിരുന്നു. 1972 ഈ കോളേജ് സമരം, ആ സമരത്തിൽ കുണ്ടുകുളം പിതാവ് തേക്കിൻകാട് മൈതാനിയിൽ നടത്തിയ പ്രസംഗം ഒരുപക്ഷെ വലിയൊരു വിപ്ലവ തീപ്പന്തമായിട്ട് കേരളം മുഴുവൻ വ്യാപിച്ചെങ്കിൽ അതുപോലുള്ള അനേക സമരങ്ങൾ, സ്വാശ്രയ സമരത്തിന് അഭിമന്യു താഴത്തുപിതാവിന്റെ ശക്തമായ ഗർജിക്കുന്ന സ്വരം ഈ കേരളത്തെ മുഴുവൻ സ്വാധീനിച്ചെങ്കിൽ ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് ഇത് UNA-യുടെ സമരമാണ് എന്നാണ്. നഴ്സുമാരുടെ സമരമല്ല. നഴ്സുമാരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇത് UN എന്ന സംഘടനയുടെ ഒരു സമരമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ സമരം ഇത് തൃശ്ശൂർ അതിരൂപതയുടെ സമരമാണ്. ഇത് ദൈവജനത്തിന്റെ സമരമാണ്. സൗഹാർദ്ദപരമായിട്ട് വലിയ കാരുണ്യത്തിന്റെ കരമുയർ നീട്ടിക്കൊണ്ടാണ് അഭിമന്യു പിതാവ് അന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ച വളരെ സൗഹൃദപരമായിട്ട് ഈ സമരത്തെ പരിഹരിക്കാനുള്ള മാർഗം എന്നുള്ളത് അത് ഗവൺമെന്റിന്റെ മിനിമം വേജസ് എത്രയും വേഗം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് അമല ജൂബിലി മാനേജ്മെന്റുകളുമായിട്ട് നടന്ന ചർച്ചയിൽ പിതാവ് ഇങ്ങനൊരു പ്രതിരോധ സംഘം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്, പിതാവ് വരാമോ? ഞാൻ ഈ സമരത്തെ കുറിച്ചൊക്കെ കേട്ടിരുന്നെങ്കിലും അത്ര കൂടുതലായി അതിനെക്കുറിച്ച് പഠിച്ചിരുന്നില്ല. എങ്കിലും സമരത്തിന് വലിയ കഥയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ പിതാവേ, ഞാൻ തീർച്ചയായും എനിക്ക് സാധിക്കുമെങ്കിൽ എത്തും. ഞാൻ പിന്നീട് കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഈ സമരത്തെ കുറിച്ച് പഠിച്ചു. ഇതിന്റെ പിന്നിലുള്ള ചിന്തകളെ കുറിച്ചും ആശയങ്ങളെ കുറിച്ചും കുറച്ചുകൂടി കാര്യമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ഒരു നേഴ്സിംഗ് സമരം നടക്കുന്നില്ല, മറിച്ച് ഇവിടെ നടക്കുന്നത് UNA സ്പോൺസേഡ് ആയിട്ടുള്ള പൊറാപ്പ് നാടകമാണ്. അതുകൊണ്ട് ഞാൻ നടപ്പിനെ കുറിച്ച് തീരുമാനിച്ചു, ഞാൻ വന്നിരിക്കുന്നു. എനിക്ക് സഭയുടെ മക്കളോടൊപ്പം നിൽക്കണം. എനിക്ക് ചില ബോധ്യങ്ങൾക്കനുസരിച്ച് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെ സംസാരിക്കണം. ഞാൻ വന്നിരിക്കും എന്ന് ഞാൻ അവർക്ക് കൊടുത്തു. എന്റെ പ്രോഗ്രാമുകൾ പലതും മാറ്റിക്കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. സത്യത്തിൽ എനിക്ക് പറഞ്ഞു തുടങ്ങാൻ, അവർ നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്. അവർക്കെതിരെയുള്ള ഒരു സംഘമല്ലത്, മറിച്ച് സത്യവിശ്വാസം ജീവിക്കുമ്പോൾ ആ വിശ്വാസ ബോധ്യങ്ങൾക്കനുസരിച്ച് സഭ അതിന്റെ ശുശ്രൂഷ സംവിധാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ഉയരുന്ന സമൂഹത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് അറിയിക്കുന്ന ഒരു സംഘമാണിത്. അതാണ് ഇതിന്റെ പ്രസക്തി. ചരിത്രം പിറകോട്ട് ചിന്തിക്കുമ്പോൾ 16-ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടം, 16 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ഈ ആതുര ശുശ്രൂഷ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാലത്ത്, ആ കാലഘട്ടത്തിൽ അന്ന് സർക്കാരിനേക്കാൾ ഉപരി മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ സമൂഹവും, പ്രത്യേകിച്ച് കത്തോലിക്ക. തീർച്ചയായും സംശയമില്ലാത്തൊരു കാര്യമാണ്, ഗവൺമെന്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ മന്ത്രാലയം തന്നെ ഇതിനകത്ത് ഇടപെടുകയും അതിന്റെ ഒരു വളർച്ച ഉണ്ടായിരുന്നു. ഈ രണ്ട് മാനേജ്മെന്റുകളും ഇവനോട് തന്നെ സഹകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ എത്രയും വേഗം നേഴ്സുമാരുടെ സാഹചര്യം നിജപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഒരുപോലെ ആവാൻ ലക്ഷ്യമില്ല. നമുക്കറിയാമോ, ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഹോസ്പിറ്റലിലും ഒരു നഗരമധ്യത്തിലുള്ള വലിയൊരു ഹോസ്പിറ്റലിലും ഒരേ സാഹചര്യം പറയുന്ന വ്യത്യാസം ഉണ്ടാകും. അതങ്ങനെ വ്യത്യാസങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ എന്താണത് മാനേജ്മെന്റും ബന്ധപ്പെട്ടവരും ഒക്കെയായി ചർച്ച ചെയ്ത് നിയമാനുസൃതം വേണ്ട രീതിയിൽ ശമ്പളം നിജപ്പെടുത്തി പ്രഖ്യാപിക്കേണ്ടത്. MLA കെ രാജൻ പുത്തൂർ നമ്പ്യാർ റോഡിലെ സെന്റ് ജോൺസ് കോൺവെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് 20 ബെഞ്ചുകൾ വിതരണം ചെയ്തു. സ്കൂളിലെ കുട്ടികളുടെ സൗകര്യത്തിനായി തനിക്ക് ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് ബെഞ്ചുകൾ തയ്യാറാക്കി നൽകുകയായിരുന്നു. ഞാൻ MLA ആയ 10 വർഷക്കാലമായി ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ കയറി പോകാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ മാത്രം സാധനങ്ങൾ ഇല്ല എന്ന പ്രയാസം കുട്ടികൾ പറഞ്ഞപ്പോഴാണ് ഇത് ചെയ്യുവാൻ തീരുമാനിച്ചത്. സ്കൂളിന് ഉപയോഗിക്കുവാൻ പറ്റുന്ന ഫണ്ട് ഇല്ലാത്തതിനാൽ ഞങ്ങൾ തന്നെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു. വ്യക്തിപരമായി സാധ്യമായത് ചെയ്യുവാൻ ഒരു പ്രയാസവുമില്ല.
ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉപയോഗപ്രദമാകുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് MLA കെ രാജൻ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ ലിബിയ, ബ്ലോക്ക് മെമ്പർ PS അഖിൽ, പുത്തൂർ പള്ളി വികാരി ഫാദർ ജോജു പനക്കൽ, സിസ്റ്റർ മാർ ജോസ് പാഴപ്പിള്ളി തുടങ്ങിയവരും രക്ഷിതാക്കളും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന നൽകുമെന്നും MLA കൂട്ടിച്ചേർത്തു. നാട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് തന്നെ വിടുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും സ്നേഹസമമായിട്ടുള്ള ഇടപെടലും സഹായവും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. ഇനിയും സ്കൂളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട. ധൈര്യമായിട്ട് ഞങ്ങളോട് സഹോദരന്മാരെ പോലെ പറയാം. MLA എന്നൊക്കെ പറഞ്ഞാൽ, മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഉയരത്തിലുള്ള ആളുകളൊന്നും അല്ല. ഞങ്ങൾ സാധാരണ നിങ്ങളൊപ്പം ഉള്ള ആളുകളാണ്. 5 കൊല്ലം ഇടക്കാലത്ത് മന്ത്രി എന്നതിന് ഒരുപാട് ജോലി തിരക്കുകളിലൂടെ യാത്രയായതുകൊണ്ട് കുറച്ച് കുറഞ്ഞ സമയമേ നമുക്ക് കാണാനും ഉപയോഗിക്കാനും പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ സമയം കിട്ടുന്നുള്ള സന്തോഷത്തിലാണ് വ്യക്തിപരമായിട്ട് ഞാൻ. അതുകൊണ്ട് ഏതാവശ്യവും ഏതർത്ഥത്തിലും പറഞ്ഞാൽ മനുഷ്യസാധ്യമായതാണെങ്കിൽ അത് സാധിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതിലവസാനിപ്പിക്കണമെന്നില്ല. ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെച്ച് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ മരണം ഉണ്ടായി. രാവിലെ അവിടെ പോയി കൊണ്ട് വരുമ്പോൾ അടുത്ത എന്റെയും എന്റെ കൂട്ടുകാരുടെയും സ്കൂളിന്റെ പേര് ഹൃദയമാണ് നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ച് എപ്പോൾ വിളിച്ചാലും ഓടിയിരുന്ന നമ്മുടെ സ്വന്തം വിഹാരി അച്ഛനും പ്രിയപ്പെട്ട സിസ്റ്റർ സ്റ്റെല്ലിയ, മറ്റു വിശിഷ്ടാതിഥികളും അച്ഛനമ്മമാരും ടീച്ചർമാരും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിലെ പോലെ അന്ന് മന്ത്രിയായിട്ട് ഇവിടെ വന്ന് ചെറിയൊരു സ്കൂളാണ്, വെറും നഴ്സറി സ്കൂളാണ്. പക്ഷെ സ്കൂളിനോട് പോലും ഇത്രയും കരുതലും സ്നേഹവും ഒരു വാത്സല്യവും സാറ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഏരിയയിലുള്ള ഈ പുത്തൂരിനോടുള്ള വലിയൊരു സ്നേഹമാണ്, ഞങ്ങളോടുള്ളൊരു സ്നേഹമാണ്, ഈ കുഞ്ഞുങ്ങളോടും ഇവരുടെ പാരൻസിനോടും ഒക്കെ ഉള്ളൊരു സ്നേഹമാണെന്ന് ഞാൻ കരുതുകയാണ്. സാറിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് കാലഘട്ടം. തെരഞ്ഞെടുപ്പിന് നമുക്ക് അനുകൂലമായിട്ട് അദ്ദേഹം വീണ്ടും വാണിയമ്പാറ വാർഡിൽ പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറയുടെ നേതൃത്വത്തിൽ മികവ് 2026 സംഘടിപ്പിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാണിയമ്പാറ 7ാം വാർഡിൽ പഞ്ചായത്ത് സനിൽ വാണിയമ്പാറയുടെ ആദരണീയ പരിപാടിയായ മികവ് 2026 ഒല്ലൂർ MLA രാജൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ അവാർഡ് ആദരവ് ചടങ്ങുകളിൽ മൊമെന്റോയും പൊന്നാടയും അണിയിക്കലാണ് പൊതുവെ ചെയ്യാറുള്ളത്. എന്നാൽ വാണിയമ്പാറ 7ാം വാർഡിൽ മറ്റൊരു മാതൃക കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളായിരിക്കെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ലക്ഷ്യം മുൻനിർത്തി വിദ്യാർത്ഥികൾക്കും പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്ത് നല്ല കേരളത്തിന്റെ മാതൃക കാണിച്ച 7ാം വാർഡിനും പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറയ്ക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ കെ രാജൻ MLA പറഞ്ഞു. SSLC +2 വിജയികളെയും സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരെയും ആദരിച്ച പരിപാടിയിൽ പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ അധ്യക്ഷത വഹിച്ചു. ആദരവ് പരിപാടിയിൽ മെമന്റോയും പലയിനം പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നയനാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KI അബൂബക്കർ, വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഭാസ്കരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായി സജി മുതിരക്കാലയിൽ, മൊയ്തീൻകുട്ടി, ശിവകുമാർ, നൌഷാദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഷാബു നീലിപ്പാറ സ്വാഗതവും എൽദോസ് നന്ദിയും പറഞ്ഞു. വാണിയമ്പാറ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപിക ഓമന ടീച്ചർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ടീമിന്റെ ആരാധകരായിരിക്കുന്നവർ പോലും, ലോകത്തിലെ ജനങ്ങൾ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഈ ലോകകപ്പ് ഫുട്ബോളിലെ ഒരു ഗോളുണ്ട്.
എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ലോകകപ്പ് ഫുട്ബോളിലെ ഒരു ഗോൾ, അത് സിഡ്നി ലോപ്പസ് എന്ന ചെറുപ്പക്കാരൻ അർജന്റീനയുടെ ഗോൾ വലയത്തിന്റെ ഇടതുഭാഗത്തേക്ക് ബാറിൽ മുട്ടി അകത്തേക്ക് തെറിപ്പിച്ച മനോഹരമായ ഒരു ഗോളാണ്. ആ സിഡ്നി ലോപ്പസ് എന്ന കളിക്കാരൻ പ്രതിനിധീകരിച്ച ഒരു രാജ്യമുണ്ട്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഉൾപ്പെടെ ഇവിടെ തലമുതിർന്നവരുൾപ്പെടെ ലോകത്തിന്റെ സഞ്ചാര സാഹിത്യത്തിന്റെ പല ഊര് വായിച്ചവരുൾപ്പെടെ കേട്ടുപരിചയമില്ലാത്ത കാബോ വെറുതെ എന്ന ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ ജനസംഖ്യ എത്രയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഒരു 2.5 ഒല്ലൂർ നിയോജക മണ്ഡലം. ഒരു ഒല്ലൂർ നിയോജക മണ്ഡലം 1,86,000 ആളുകൾ. രണ്ടാമത്തെ ഒരു ഒല്ലൂർ നിയോജക മണ്ഡലം 1,86,000 ആളുകൾ. അതിന്റെ പകുതി കൂടി കൂട്ടിയാൽ ഉണ്ടാകുന്ന 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിൽ മാത്രം ജനസംഖ്യയുള്ള ദാരിദ്ര്യത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കേണ്ടി വന്ന ഒരു രാജ്യം, 143 കോടി വരുന്ന ഇന്ത്യക്കാരൻ ഇതുവരെ കഴിയാത്ത വിധത്തിൽ 40 ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പ് ഫുട്ബോളിലേക്ക് കടന്നുവന്നു മാത്രമല്ല, ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ മുൾമുലയിൽ നിർത്തി പായിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഇച്ഛാശക്തി എന്ന, കരുത്ത് എന്ന, ആത്മവിശ്വാസം എന്ന അടയാളപ്പെടുത്തലിന്റെ ഭാഗം മാത്രമായിട്ടാണ്. പ്രശസ്ത നാടൻ പാട്ട് കൊമ്പ് വാദ്യ കലാകാരനും ദേശാഭിമാനി മണ്ണുത്തി ഏരിയ ലേഖകനുമായ മൂർക്കനിക്കര കൂറ്റനാൾ സ്വദേശി ബാബു മലയിൽ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. ഹൃദ്രോഗത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നടത്തറ കോഴിക്കുള്ളി ഓർമ്മക്കൂട്ടിൽ നടത്തി. പ്രശസ്ത നാടൻ പാട്ട് കൊമ്പ് ആസ്വാദ്യ കലാകാരനാണ്. തൃശൂർ പൂരമടക്കം നിരവധി ഉത്സവങ്ങളിൽ മേളത്തിന്റെ ഭാഗമായിട്ടുണ്ട്. CPM മൂർക്കനിക്കര ഈസ്റ്റ് ബ്രാഞ്ച് അംഗം, PKS മണ്ണുത്തി ഏരിയ ജോയിന്റ് സെക്രട്ടറി, പുരോഗമന കലാസാഹിത്യ സംഘം മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയായിരുന്നു. മൂർക്കനിക്കര സഹകരണ ബാങ്ക് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളവർമ്മ കോളേജിൽ SFI പ്രവർത്തകനായിരുന്നു. ഫൈനാൻസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. ഡോക്ടർ CR രാജഗോപാൽ സ്മാരക അവാർഡ്, ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ അവാർഡ്, മുഖം ഗ്രാമീണ നാടകവേദിയുടെ ഡോക്ടർ CR രാജഗോപാലൻ സ്മാരക നാടൻ കലാ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ പരേതനായ ബാലൻ, അമ്മ രാധ, ഭാര്യ സന്ധ്യ, മക്കൾ നിരഞ്ജന, ഋഷി, മരുമകൻ സുജിത്ത്. പുന്നംപറമ്പ് തെക്കുങ്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന പറങ്ങോടത്ത് വീട്ടിൽ ദാക്ഷായണി അമ്മ മകൻ P രാധാകൃഷ്ണൻ അന്തരിച്ചു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ തെക്കുങ്കര പഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനമുണ്ടായി. ഭാര്യ ജയലക്ഷ്മി, മക്കൾ ധന്യ, ആദിത്യൻ. ഇതാ ഒളിമ്പ്യൻ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസിൽ 2020-2024 വർഷങ്ങളിൽ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിത്തന്ന
ഒളിമ്പ്യനും പത്മശ്രീ പത്മഭൂഷൺ അവാർഡ് ജേതാവുമായ ഒളിമ്പ്യൻ PR ശ്രീജേഷ് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ എത്തുകയും വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം സ്പോർട്സിൽ മികവ് പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കൊപ്പം ആശയ സംവാദം നടത്തുകയും സ്പോർട്സ് ജീവിത നൈപുണ്യങ്ങളെ നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നതെങ്ങനെയെന്നും വിശദമാക്കി. ജീവിതത്തിൽ ഏൽക്കുന്ന ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള മുന്നോടിയാണെന്നും ഒരിക്കലും തളരാതെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുവാനും ജീവിതപാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുവാനും സാധിക്കുമ്പോഴാണ് ഓരോ വ്യക്തിയും യഥാർത്ഥ മനുഷ്യനാകുന്നതെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം ഫോട്ടോകളെടുത്തും അവരോട് കുശലപ്രശ്നം ചെയ്തും സമയം ചെലവഴിച്ചാണ് ഖേൽരത്ന അവാർഡ് ജേതാവ് കൂടിയായ സ്പോർട്സ് ജോയിന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീജേഷ് മടങ്ങിയത്. ഇനിയൊരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. മുടിക്കോട് ഓർമ്മകളിലെ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വേൾഡ് കപ്പ് ഫൈനലിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഓർമ്മകളിലെ സാംസ്കാരിക സമിതി മുടിക്കോട് സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരം സമിതി പ്രസിഡന്റ് KS സത്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പ്രമോദ് താഴത്തുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ആൽപ്പാറ ട്രിബിൾസ് ആൻഡ് ട്രാക്കിൾസ് ടർഫ് ഗ്രൗണ്ടിൽ സാംസ്കാരിക സമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ച് വേൾഡ് കപ്പ് പ്രീ മാച്ച് സെവൻസ് ഫുട്ബോൾ മത്സരമാണ് സംഘടിപ്പിച്ചത്. ഫൈനൽ മത്സരത്തിൽ അർജന്റീനയും ബ്രസീലും ഏറ്റുമുട്ടുകയും 1-0 അർജന്റീന വിജയിക്കുകയും ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KC അഭിലാഷ്, വിജയികളായ അർജന്റീന ടീമിനുള്ള വിന്നേഴ്സ് ട്രോഫിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, 2ാം സ്ഥാനക്കാരായ ബ്രസീൽ ടീമിനുമുള്ള റണ്ണേഴ്സ് ട്രോഫിയും നൽകി. ഓർമ്മകളിൽ സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയൻ, സുബലാൽ സുധാകരൻ, സുരേഷ് സലീം, പമ്പവാസൻ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. നമുക്കറിയാം, ഇത്തരമൊരു ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൻ്റെ പ്രചരണാർത്ഥമാണ്. എല്ലാവരും ആകാംക്ഷയോടെ കഴിഞ്ഞ 1.5 മാസമായി ഈ ലോകകപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തോടു കൂടി സെമി ഫൈനൽ പിക്ചർ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലോകകപ്പിൻ്റെ പ്രചരണം നമുക്ക് നമ്മുടെ രാജ്യത്തിന് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യം അത് ഏറ്റെടുത്ത് നമ്മുടെ സംസ്ഥാനമായാലും കേരളമായാലും മലപ്പുറം ജില്ല ഉൾപ്പെടെ എല്ലാ ഭാഗത്തും ഇപ്പോൾ നമുക്ക് റോട്ടിലിറങ്ങിയ ഇതുപോലെ ഫ്ലക്സ് വെച്ച് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനം കേരളമല്ലാതെ വേറെ ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ പ്രചരണത്തിൻ്റെ ഭാഗമായി മുടിക്കോട് ഓർമ്മകളിലെ സാംസ്കാരിക സമിതി എന്ന പഴയകാല യുവസമിതി ക്ലബിൻ്റെ പ്ലെയേഴ്സായിരുന്നവർ, ആ ക്ലബിന് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ, അവരെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇത്തരമൊരു മാമാങ്കത്തിലേക്ക് അല്ലെങ്കിൽ ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. സാംസ്കാരിക സംഘടനക്കാർ മികച്ചു നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്.
മേടിച്ചോ. വിജയികൾക്കുള്ള ട്രോഫി. കുരിയച്ചിറ സെന്റ് തോമസ് സ്ട്രീറ്റ് റെസിഡൻസ് അസോസിയേഷൻ കുരിയച്ചിറയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ കുരിയച്ചിറ പ്രദേശത്തെ 150-ൽ പരം നിവാസികൾ പങ്കെടുത്തു. 24-ാം വാർഡ് കൗൺസിലർ ഷോമി ഫ്രാൻസിസ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 25-ാം ഡിവിഷൻ കൗൺസിലർ മേഴ്സി അജി സംസാരിച്ചു. വിവിധ പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സജ്ജീകരിച്ചത്. സീനിയർ കൺസൾട്ടന്റും ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രശ്മി എലിസബത്ത് ജോർജ് നേതൃത്വം നൽകിയ സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പിൽ പരിശോധനകൾ ലഭ്യമാക്കി. പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആനന്ദു നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എന്നീ ലാബ് ടെസ്റ്റുകൾ സൗജന്യമായി നിർവഹിച്ചു. ENT വിഭാഗം ക്യാമ്പിലെത്തിയ 40ഓളം രോഗികളെ സൗജന്യമായി പരിശോധിക്കുകയും അവർക്കാവശ്യമായ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. വിയു സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഫോമിലെ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റിലേക്ക് ആവശ്യമായ കൺവെയർ ബെൽറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അംഗീകൃത സ്ഥാപനങ്ങൾ, വ്യക്തികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ കൊട്ടേഷൻ ജൂലൈ 24-ന് വൈകിട്ട് 3-നകം വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ 0487 23 34 267. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസും സംഘവും നടത്തിയ പരിശോധനയിലാണ് തൃശൂർ പൂത്തോൾ PND ക്വാർട്ടേഴ്സിന് സമീപത്ത് നിന്ന് 5 കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാനക്കാരൻ പിടിയിലായി. ഒഡീഷ സ്വദേശി സജീബ് മഹാക്കൂറാണ് അറസ്റ്റിലായത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥിരമായി കഞ്ചാവ് വിതരണം ചെയ്യുന്നതിനെ കൊണ്ടുവരാറുണ്ടെന്നും ഒരു ട്രിപ്പ് കഞ്ചാവ് കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് 10,000 രൂപ പ്രതിഫലം കിട്ടുമെന്നും പ്രതി സമ്മതിച്ചതായും പിടികൂടിയ കഞ്ചാവ് ഒറിയ മുർഷുണ്ടി എന്ന മുന്തിയ ഇനത്തിൽ പെട്ടതാണെന്നും മാർക്കറ്റിൽ 15 ലക്ഷം രൂപ വില വരുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AP പ്രവീൺ കുമാർ, രാജു NR, KS ഗിരീഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമോൻ PB, നിതിൻ M, മാധവൻ, ബിജു MD, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെനിൻ രാജൻ, ധനുസ് കൃഷ്ണ, അനൂപ് ദാസ്, ഷാജിദ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു.
കേരള കാർഷിക സർവകലാശാലയിലെ സെന്റർ ഫോർ ഇ ലേണിംഗ് സംഘടിപ്പിക്കുന്ന QGIS സോഫ്റ്റ്വെയറിലെ GIS അടിസ്ഥാനങ്ങൾ എന്ന 5 ദിവസത്തെ ഓൺലൈൻ പരിശീലന പരിപാടി തിങ്കളാഴ്ച ആരംഭിച്ചു. പരിശീലനം ഉദ്ഘാടനം ചെയ്ത കേരള കാർഷിക സർവകലാശാല വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ ഹക്കീം VM കാർഷിക മേഖലയുടെയും അനുബന്ധ മേഖലകളുടെയും ഭാവി രൂപപ്പെടുത്തുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ വഹിക്കുന്ന നിർണായക പങ്കിനെപ്പറ്റി സംസാരിച്ചു. കേരള കാർഷിക സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ ഡയറക്ടർ ഡോക്ടർ B അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ ഡാറ്റ അധിഷ്ഠിത ലോകത്ത് ജിയോഗ്രാഫി ഇൻഫർമേഷൻ സിസ്റ്റങ്ങളുടെ പ്രസക്തിയും പ്രയോഗശേഷിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സെന്റർ ഫോർ ഇ ലേണിംഗിന്റെ വ്യാപകമായ സാങ്കേതിക ഇടപെടലുകളെ അഭിനന്ദിക്കുകയും ചെയ്തു. സെന്റർ ഫോർ ഇ ലേണിംഗ് ഡയറക്ടർ ഡോക്ടർ ബെറിൻ പത്രോസ് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. വെള്ളാനിക്കര കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ K സുരേന്ദ്രഗോപാൽ ആശംസകൾ അർപ്പിച്ചു. 5 ദിവസത്തെ ശില്പശാലയിലെ മുഖ്യ റിസോഴ്സ് പേഴ്സണായ ജിയോ സ്പെഷ്യൽ അനലിസ്റ്റും കൺസൾട്ടന്റുമായ ഡോക്ടർ P രാധാകൃഷ്ണൻ, സെന്റർ ഫോർ ഇ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോർഡിനേറ്റർ ഡോക്ടർ അഖിൽ അജിത് തുടങ്ങിയവരും സംസാരിച്ചു. ജൂലൈ 17 വരെ ദിവസേന ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന പ്രായോഗിക സെക്ഷനുകളിൽ അടിസ്ഥാന സ്പെഷ്യൽ ഡാറ്റ സൃഷ്ടിക്കൽ, ജിയോ സ്പെഷ്യൽ ഡാറ്റ മാനിപ്പുലേഷൻ, മാപ്പ് ലേഔട്ടുകൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ഉൾപ്പെടും. യുണൈറ്റഡ് കിങ്ഡം, അയർലൻഡ്, കാനഡ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പങ്കാളികളും പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CAPT കോഴിക്കോട് സബ് സെന്ററിൽ KGTE പ്രിന്റിംഗ് കോഴ്സുകളിൽ ഒഴിവ്. CAPTും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന തൊഴിലധിഷ്ഠിത KGTE ഓഫ്സെറ്റ് പ്രിന്റിംഗ് കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കോഴിക്കോട് സബ് സെന്ററിൽ 2026-27 അധ്യയന വർഷത്തിൽ നടത്തുന്ന ഒരു വർഷത്തെ PSC അംഗീകൃത കോഴ്സുകളിലേക്കാണ് പ്രവേശനം. KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് എന്നിവയാണ് ഒഴിവുള്ള കോഴ്സുകൾ. SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും മറ്റ് സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും നിയമാനുസൃതമായ വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യങ്ങളും സ്റ്റൈപ്പൻഡും ലഭിക്കും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 20-നകം കോഴിക്കോട് റാമോഹൻ റോഡിലുള്ള ബൈരായിക്കുളം LP സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന CAPT സബ് സെന്റർ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 0495 2723 666. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് MDMAയുമായി കാപ്പ പ്രതി പിടിയിൽ. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിൽ 25.5 ഗ്രാം MDMAയുമായി ആലുംവഴി റോഡിൽ വെച്ച് പൊറത്തിശ്ശേരി കരിവന്നൂർ സ്വദേശിയായ നെടുപുരയ്ക്കൽ വീട്ടിൽ ഷമീർ എന്നയാളെയാണ് നെടുപുഴ പോലീസ് പിടികൂടിയത്. തൃശൂർ റൂറൽ പോലീസ് പ്രതിക്കെതിരെ ചുമത്തിയ കാപ്പ നിയമം ലംഘിച്ചാണ് പ്രതി രാസലഹരിയുമായി വിൽപ്പനയ്ക്കെത്തിയത്. നെടുപുഴ സബ് ഇൻസ്പെക്ടർ PC സനേഷിന് ലഭിച്ച രഹസ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ആലുംവഴി റോഡിൽ വെച്ച് സ്കൂട്ടറിൽ വന്നിരുന്ന പ്രതിയെ പരിശോധനയിൽ 25.5 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു. പ്രതി ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി രാസലഹരി എത്തിച്ചതാണെന്നും ചേർപ്പ്, ഇരിഞ്ഞാലക്കുട, വലപ്പാട്, മണ്ണുത്തി, കയ്പമംഗലം എന്നീ സ്റ്റേഷനുകളിലായി 11ഓളം സ്റ്റേഷനുകളിലായി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും വ്യക്തമായി. മൊബൈൽ ഷോപ്പിൽ മൊബൈൽ നന്നാക്കുവാൻ വന്ന യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കവർച്ച.
നിരവധി ക്രിമിനൽ കേസുകളുള്ള സ്റ്റേഷൻ റൌഡികളായ 2 പ്രതികൾ അറസ്റ്റിൽ, പ്രതികൾ റിമാൻഡിലേക്ക്. മൊബൈൽ ഷോപ്പിലെത്തിയ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി പണം കവരുകയും ചെയ്ത സംഭവത്തിൽ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള 2 പേർ പിടിയിൽ. ചന്ദ്രാമ്പിന്നി കണ്ണനാംകുളം എറാക്കൽ വീട്ടിൽ അനു എന്ന് വിളിക്കുന്ന സൂരജ്, ഒല്ലൂർ പൊന്നൂക്കര പുറങ്ങാംപറമ്പിൽ വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. മൊബൈൽ ഷോപ്പിൽ ഫോൺ നന്നാക്കാനെത്തിയ ചാമക്കാല സ്വദേശി യദുവിനെ യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതികൾ കടയ്ക്കുള്ളിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കൈകൾ കൊണ്ടും കീചെയിനിലുണ്ടായിരുന്ന ചെറിയ കത്രിക ഉപയോഗിച്ചും പ്രതികൾ യദുവിനെ പരിക്കേൽപ്പിച്ചു. തുടർന്ന് യദുവിന്റെ സ്കൂട്ടർ താക്കോൽ ബലമായി പിടിച്ചുവാങ്ങി ഭീഷണിപ്പെടുത്തി. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ വഴി 1000 രൂപ പ്രതികൾ തട്ടിയെടുത്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടിയും. AIYF പുത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മികവ് 2026 CPI ദേശീയ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ആശുപത്രികളായ ജൂബിലിയിലും അമലയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവരെ സഭ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ. MLA കെ രാജൻ പുത്തൂർ നമ്പ്യാർ റോഡിലെ സെന്റ് ജോൺസ് കോൺവെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് 20 ബെഞ്ചുകൾ വിതരണം ചെയ്തു. വാണിയമ്പാറ വാർഡിൽ പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറയുടെ നേതൃത്വത്തിൽ മികവ് 2026 സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.